നമസ്കാരം, KCB ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KCYM, KCBC മധ്യവിരുദ്ധ സമിതിയും സംയുക്തമായി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കപിൽ അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. 4ാമത് അന്തർദേശീയ മഹാഗണപതി സത്രം ഓഗസ്റ്റ് 25-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. നഗരസഭ 21ാം ഡിവിഷൻ SDPI സ്കൂളിലേക്ക് ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടൈൽ റോഡിന്റെ ഉദ്ഘാടനം മേയർ ടോണി ചമ്മണി നിർവഹിച്ചു. കൊച്ചി നഗരസഭ 21ാം ഡിവിഷനിൽ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് SDPI സ്കൂളിലേക്ക് പുതുതായി നിർമ്മിച്ച ടൈൽ റോഡിന്റെ ഉദ്ഘാടനവും നാമകരണവും നടന്നു. പള്ളുരുത്തി വെളിയിൽ നടന്ന ചടങ്ങിൽ മേയർ ടോണി ചമ്മണി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൊച്ചി നഗരത്തിലുള്ള നഗരസഭയുടെ എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കണമെന്നൊരു കാഴ്ചപ്പാടാണ് ഈ കൗൺസിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. ആ നിലയിലുള്ള ഒരു കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികളാണ് കഴിഞ്ഞ ഈ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് മെച്ചപ്പെട്ട സഞ്ചാര സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭ ചെയ്യേണ്ട ഏറ്റവും പ്രഥമ പരിഗണന എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ നിലയിലാണ് നഗരത്തിൻ്റെ വിവിധങ്ങളായ റോഡുകൾ മികച്ച നിലവാരത്തിൽ സഞ്ചാരയോഗ്യമാക്കണമെന്ന കാര്യത്തിൽ കൗൺസിലിൽ രാഷ്ട്രീയത്തിനതീതമായി ഒരു ഒറ്റക്കെട്ടായ സമീപനവും കാഴ്ചപ്പാടും ഉണ്ടായത്. ടൈൽ റോഡുകൾ ഇന്ന് വിവിധ വാർഡുകളിൽ ഏറ്റവും വ്യാപകമായി ഞങ്ങൾ ഉപയോഗിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഞാനും നിങ്ങളുമെല്ലാം ദേശീയപാതയിൽ മാത്രം കണ്ടിട്ടുള്ള ടാറിംഗ്, ബിറ്റുമിൻ മെക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ്, BMNBC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ടാറിംഗ് ഇന്ന് നഗരസഭയുടെ റോഡുകളിലേക്കും ഞങ്ങൾ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുകയാണ്. ഈ പള്ളുരുത്തി പ്രദേശത്ത് തന്നെ നിരവധിയായ റോഡുകൾ, ശ്രീജിത്തിൻ്റേതാണെങ്കിലും ശ്രീ സുനിൽകുമാറിൻ്റേതാണെങ്കിലും സുനിലയുടെ ആണെങ്കിലും ശ്രീ തമ്പി സുബ്രഹ്മണ്യൻ്റേതാണെങ്കിലും വിവിധങ്ങളായ റോഡുകൾ, 40 അടി റോഡ് ഉൾപ്പെടെയുള്ള റോഡുകൾ അത്തരത്തിൽ 5 വർഷക്കാലം ഗ്യാരണ്ടിയുള്ള BMNBC നിലവാരത്തിൽ ടാറിംഗ് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചതും ആ നിലയിൽ കൗൺസിൽ ഒറ്റക്കെട്ടായി ഒരു നിലപാട് സ്വീകരിച്ചതും നമുക്ക് സഞ്ചാര സൗകര്യമുള്ള റോഡുകൾ നമ്മുടെ നഗരത്തിന് വേണം എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ പള്ളുരുത്തി ഉൾപ്പെടെയുള്ള, ഇടക്കച്ചി ഉൾപ്പെടെയുള്ള, മട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള കൊച്ചി നഗരത്തിൻ്റെ ഒരു പ്രദേശം അങ്ങനെ ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ CPM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉപഹാര സമർപ്പണം നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമാ P സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൗൺസിലർ അഡ്വക്കേറ്റ് KN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ വികസന സമിതി അംഗം KP ഷെൽവൻ, സ്വതന്ത്ര സമര സേനാനി K ഭാനുപ്രകാശ്, ഫാദർ ആന്റണി കൊച്ചുകരിയിൽ, ബൈസൽ മൈലന്തറ, AK സന്തോഷ്, MS സാബു, കൗൺസിലർ VA ശ്രീജിത്ത്, CP അനിൽകുമാർ, VK പ്രദീപ്, PS സതീശൻ, MA സദാനന്ദൻ, CP കിഷോർ, VK മനോഹരൻ മാസ്റ്റർ, PB സുജിത്, AK സിറാജുദ്ദീൻ, K സുരേഷ്, CJ സുനിൽ റോയ്, മുഹമ്മദ് സുല്ലമി, PK മണിയപ്പൻ മാസ്റ്റർ, KG സരസകുമാർ, EK മുരളീധരൻ മാസ്റ്റർ, KM പുരുഷോത്തമ റാവു, V രാജൻ മാസ്റ്റർ, NP മിനി ടീച്ചർ, മിഥുൻ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. CJ സോവോ നന്ദി രേഖപ്പെടുത്തി. DYFI AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കപിൽ അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. DYFI AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കപിൽ അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. പള്ളുരുത്തി ബിന്നി റോഡ് ഭജനമഠത്തിൽ നടന്ന പരിപാടി CPM പള്ളുരുത്തി ഏരിയ സെക്രട്ടറി TK വത്സൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി മെമ്പർ AP റഷീദ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ VA ശ്രീജിത്ത്, അഡ്വക്കേറ്റ് KN സുനിൽകുമാർ, DYFI പള്ളുരുത്തി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി മിഥുൻ പ്രകാശൻ, പ്രസിഡന്റ് മാനുവൽ നിക്സൺ, പുലരി വായനശാല പ്രസിഡന്റ് KS അരുൺകുമാർ, KA ബിനീഷ്, KN ജോഷി, PV വിമൽ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടിനാകെ എന്നും സ്മരിക്കാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു പ്രവർത്തനമാണ് കപിലിന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് DYFI AKG യൂണിറ്റ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു. ഇന്നും ഇതേപോലെ രക്തദാന ക്യാമ്പ് വിപുലമായി DYFI അനുസ്മരണത്തോടനുബന്ധിച്ച് ആരംഭം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ അവയവദാനം ഉൾപ്പെടെയുള്ള, കണ്ണുദാനങ്ങൾ ഉൾപ്പെടെയുള്ള വൃക്കയും മറ്റനുബന്ധമായി ഒരു ബോധം നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്
വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് DYFI. സാധാരണഗതിയിൽ നമ്മൾ മരണം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസ്ഥയായി മരണത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാനാവാതെ വരുമ്പോൾ നമ്മുടെ അവയവങ്ങൾ മറ്റ് ജീവൻ നിലനിർത്താൻ കഴിയുമെന്ന ധാരണ നമ്മളിൽ തന്നെ ഈ അടുത്ത കാലത്താണ് ശക്തിപ്പെട്ടു വന്നത്. അതിൻ്റെ ഭാഗമായി രാജ്യത്ത് അനവധി പേർക്ക് പുതിയ ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ വെളിച്ചവുമായി കടന്നു വരാൻ അവസരങ്ങൾ ഏറെയേറെ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. എഴുപുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ ഗൃഹോപകരണ മേളയ്ക്ക് തുടക്കമായി. എഴുപുന്ന സർവീസ് സഹകരണ ബാങ്കും എറണാകുളം കുരുവിത്തടം ഏജൻസിയും സംയുക്തമായി ബാങ്ക് അങ്കണത്തിൽ വെച്ച് നടന്ന ഗൃഹോപകരണ മേള ബാങ്ക് പ്രസിഡന്റ് AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽപ്പെടുന്നവർക്ക് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ ലളിതമായ വ്യവസ്ഥയിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗൃഹോപകരണമേള ആരംഭിച്ചതെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന 36 വർഷം പിന്നിട്ട കുരുവിത്തടം ഏജൻസീസുമായിട്ട് സംയുക്തമായി നടത്തുന്ന ഈ ഗൃഹോപകരണ വിപണനമേള ഇന്നിവിടെ ഉദ്ഘാടനം നടത്തുമ്പോൾ അടുത്ത മാസം 7-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ വിപണന മേളയിൽ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും മുന്തിയ ഇനത്തിൽപ്പെട്ട ഗൃഹോപകരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിലൂടെ ലളിതമായ ഈടിന്മേല് കൊടുക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ ലക്ഷ്യം. MV ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മേരി ജൂലിയ സ്വാഗതം ആശംസിച്ചു. മുൻ പ്രസിഡന്റ് T രാധാകൃഷ്ണൻ ദീപം തെളിയിച്ചു. VM ജയപ്രകാശ് ജയരാധാകൃഷ്ണന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ST ശ്യാമളകുമാരി, ബോർഡ് മെമ്പർമാരായ ഉമ്മച്ചൻ, പോൾ, അനിൽ കുഴുവേലി, സീതമ്മ, KR അജയകുമാർ, നിഷ ബോബൻ എന്നിവർ സംസാരിച്ചു. കൺവീനർ NJ ആൻഡപ്പൻ നന്ദി രേഖപ്പെടുത്തി. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് വനിതാ വിഭാഗം കൊച്ചി യൂണിറ്റ് ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച നടക്കും. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് വനിതാ വിഭാഗത്തിന്റെ കൊച്ചി താലൂക്ക് യൂണിറ്റ് ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഫോർട്ട് കൊച്ചി വിളി പള്ളത്തിരാമൻ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ്. ഇത് രൂപീകൃതമായിട്ട് 3 വർഷത്തിലേറെയായി. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ അന്ന ഹസാരെ അഖിലേന്ത്യാ വ്യാപകമായിട്ട് അഴിമതിക്കെതിരായിട്ട് നല്ല ശക്തമായ ലോക്പാൽ നിയമം വേണമെന്ന് ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സമരം ചെയ്തപ്പോൾ ആ സമരത്തോടെ ചേർന്ന് നിന്ന് അഴിമതിക്കെതിരായി പോരാടാൻ വേണ്ടി കേരളത്തിൽ സജ്ജീകരിച്ച എറണാകുളത്ത് രൂപീകരിച്ച സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ വളരെ റെഗുലറായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അഴിമതിക്കെതിരായിട്ട് ഞങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ് തലത്തിലുള്ള അഴിമതിക്കെതിരായിട്ടുള്ള നിവേദനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുന്നതോടൊപ്പം ജില്ലാ കളക്ടറുടെ ഓഫീസിന് മുമ്പിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലും ഒക്കെ തന്നെ പ്രത്യക്ഷമായ സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്. പല വിഭാഗങ്ങൾ താലൂക്ക് തലത്തിലും മറ്റ് യൂണിറ്റുകൾ രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തനം നടത്തുന്നു. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സേവനാവകാശ നിയമം തുടങ്ങിയ ഈ അഴിമതിക്ക് എതിരായി പടപൊരുതാൻ തയ്യാറുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ നന്നായി എടുത്ത് പ്രയോഗിക്കുകയും അത് സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകുകയും ചെയ്യുക എന്നൊരു മുഖ്യ വിഷയമാണ്. ഈ സന്ദർഭത്തിലാണ് ഞങ്ങൾ വനിതാ വിഭാഗം പ്രത്യേകം സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും എന്ന് സംഘടനയ്ക്ക് തോന്നുകയും വനിതകൾ മുഖ്യ പങ്കാളിത്തത്തോടുകൂടി ഭാരവാഹിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വനിതാ വിഭാഗം രൂപീകരിക്കുകയും ചെയ്തു. ഉദ്ഘാടന സമ്മേളനം ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് ചെയർമാൻ PC സിറിയക് ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ പ്രവർത്തക ജ്യോതി നാരായണൻ മുഖ്യ പ്രഭാഷണം നടത്തും. വിവരാവകാശ നിയമം ആവശ്യകതയും പ്രായോഗികതയും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫും സേവനാവകാശ നിയമത്തെക്കുറിച്ച് പ്രൊഫസർ MR രാജേന്ദ്രൻ നായരും സ്ത്രീ ശക്തിയുടെ പ്രസക്തി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് മേരി ജയ ജോണും അഴിമതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ആവശ്യകത എന്ന വിഷയത്തിൽ CJ ജോണും ക്ലാസ് നയിക്കും. എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗീത S നായർ അധ്യക്ഷത വഹിക്കും. MK ശശിധരൻ ആമുഖ പ്രസംഗം നടത്തും. ട്രീസ അബ്രഹാം, ലിസി ക്ലീറ്റസ് എന്നിവർ സംസാരിക്കും. പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഗീത S നായർ, ശ്രീമതി ട്രീസ അബ്രഹാം, MK ശശിധരൻ, പ്രൊഫസർ MR രാജേന്ദ്രൻ നായർ, അഡ്വക്കേറ്റ് മേരി ജയ ജോൺ, ലിസി ക്ലീറ്റസ് എന്നിവർ പങ്കെടുത്തു. ഒരുപാട് നിയമങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും സ്ത്രീകൾ അതിനെക്കുറിച്ച് അവെയർ അല്ല. ഞങ്ങൾക്ക് എന്തൊക്കെ നിയമപരിരക്ഷയുണ്ട് എന്ന് 90% സ്ത്രീകളും
അവെയർ അല്ല എന്ന് മനസ്സിലാക്കിയതിനാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ലീഗൽ അവെയർനെസ് പ്രോഗ്രാം, അവരുടെ ലീഗൽ റൈറ്റ്സിനെ കുറിച്ചുള്ള അവെയർനെസ് പ്രോഗ്രാം ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്ത് സ്ത്രീകൾക്ക് സൗജന്യ നിയമ പരിരക്ഷ ഫ്രീ ലീഗൽ എയ്ഡ് ക്യാമ്പ്സ് ഞങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് ശേഷം വളരെ അടുത്ത ഒരു ദിവസം തന്നെ ഒരു ലീഗൽ എയ്ഡ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതായിരിക്കും. ആ ക്യാമ്പിൽ അത് അഡ്വക്കേറ്റ്സ് മുഴുവനും സ്ത്രീകളായിരിക്കത്തില്ല, പിന്നെ എല്ലാവരും സ്ത്രീകളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. സ്ത്രീകൾ ഒറ്റപ്പെടുകയല്ല, അവരെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ അടങ്ങുന്ന സമൂഹത്തിലെ പ്രമുഖ വ്യക്തികൾ സ്ത്രീകളോട് ഒത്തുനിന്ന് അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു മാതൃകയാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. മട്ടാഞ്ചേരി തിരുമല ദേവസ്വം ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി തിരുമല ദേവസ്വം ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടന കർമ്മം നടന്നു. ഉദ്ഘാടനം പ്രമുഖ ഗാതികൻ ഇടക്കൊച്ചി സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന കർമ്മം പ്രമുഖ ഗാതികൻ ഇടക്കൊച്ചി സലീം കുമാർ നിർവഹിച്ചു. അധ്യാപകരെ ഏറ്റവും അധികം ബഹുമാനിക്കുക. എല്ലായിടത്തും എന്ന് കഴിഞ്ഞാൽ സാർ എന്ന് വിളിച്ചാൽ ബഹുമാനപൂർവ്വമുള്ള സാർ വിളി അധ്യാപകന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ, ഇനിയും ലഭിക്കുകയുള്ളൂ. ഒരു പോലീസുകാരന്റെ സാർ എന്ന് വിളിച്ചാൽ അതിന്റെ പിന്നിൽ വേറൊരു വിളി കൂടി ഉണ്ടാവും. കൃത്യമായി സാർ വിളിയല്ല, അത് കാര്യം കാണാൻ വേണ്ടിയുള്ള സാർ വിളിയാണ്. പക്ഷെ അധ്യാപകന്റെ മുമ്പിൽ നമസ്കരിച്ചാൽ ആ നമസ്കാരത്തിന് അർത്ഥമുണ്ട്. മാതാപിതാ ഗുരു ദൈവം. ദൈവത്തിന്റെ തൊട്ട് മുൻപിൽ കിടക്കുന്ന ആൾ ഗുരുവാണ്. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഗുരുവാണ്. ആ ഗുരുവിന്റെ സ്ഥാനത്ത് ഉയരാൻ വേണ്ടി താതാടി കൈ കൊടുത്ത് ബന്ധസന്ധരായി നടക്കാൻ വേണ്ടി എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ അനുഗ്രഹം. അത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ എന്റെ വീടിന് സമീപമുള്ള ഒരു കുട്ടി കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു, അതുല്യ എന്ന മറ്റു പേര്. എന്റെ വീട്ടിലൊരു മതിലിന്റെ തൊട്ട് പടിഞ്ഞാറ് കല്യാണമൊക്കെ ആയിരിക്കുകയാണ്. പക്ഷെ ആ കുട്ടിയെല്ലാം ഇത്തരം ഒരു പുതിയ ഒരു വാഗ്ദാനങ്ങളെ എടുക്കുന്നതിന് വേണ്ടിയുള്ളൂ. ഹെഡ് മിസ്റ്റർ PB രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NC ഉണ്ണികൃഷ്ണൻ, സീമ BM, ആശാ G പൈ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുമ്പളങ്ങി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുമ്പളങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ICDS പള്ളുരുത്തി പ്രൊജക്ടിന് കീഴിലുള്ള 3 പഞ്ചായത്തുകളിലായി നടക്കുന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ മെഡിക്കൽ ക്യാമ്പ് കുമ്പളങ്ങി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും സംഘടിപ്പിച്ചു. ക്യാമ്പ് ഡോക്ടർ ശാന്തകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സൂപ്പർവൈസേഴ്സ് ശാന്തിനി, കുസുമം, LC എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ മിനു വർഗീസ്, മോഹനചന്ദ്രൻ എന്നിവരാണ് പരിശോധനകൾ നടത്തിയത്. 9 കുട്ടികളെയാണ് നമുക്ക് സർവേ അംഗൻവാടി വന്നിട്ട് സർവേ നടത്തിയിട്ട് കിട്ടിയിരിക്കുന്നത്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ, അത് ശ്രവണ വൈകല്യമുള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് സെൻ്ററിലേക്ക് നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ അവിടെയാണ് വിദഗ്ധ ചികിത്സ കുട്ടികൾക്ക് ലഭിക്കുന്നത്. എന്ത് പ്രോബ്ലം ആണെന്ന് കണ്ടുപിടിച്ച് അതിന് അനുസരിച്ചുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അവിടെ നൽകുന്നത്. നമുക്കിവിടെ ബേസിക്കലി സർവേ നടത്തി ആദ്യത്തെ ഒരു 5 ഇയേഴ്സിനാണ് നമ്മുടെ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സ്പീച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് അവരെ ഡയഗ്നോസ് ചെയ്തിട്ട് അവർക്ക് വലിയ പ്രയോജനങ്ങൾ കിട്ടത്തില്ല. ഇയർലി ആയിട്ട് അവർ ഡിറ്റക്ട് ചെയ്ത് അവർക്ക് ഹിയറിംഗ് എയ്ഡ് വേണ്ട ഹിയറിംഗ് എയ്ഡ് ഈ ടൈമിൽ വിത്തിൻ 5 ഇയേഴ്സ് കൊടുത്താലേ പ്രയോജനം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തിയിട്ടുള്ളവരെ എക്സാം ചെയ്യാനാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് സ്ക്രീൻ 10-15 കുട്ടികളെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നുണ്ട്, നടത്തിയില്ല. 4ാമത് അന്തർദേശീയ മഹാഗണപതി സത്രം ഓഗസ്റ്റ് 25-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. 4ാമത് അന്തർദേശീയ മഹാഗണപതി സത്രം ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 3 വരെ പള്ളുരുത്തി ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്ര സന്നിധിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 24 ഞായർ വൈകിട്ട് 7 മണിക്കാണ് കൊടി ഉയർത്തുന്നത്. വിഗ്രഹ ഘോഷയാത്ര അന്നേ ദിവസം രാവിലെ 7-ന് മണർക്കാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ദേവി സന്നിധിയിൽ എത്തിച്ചേരും. ആഗസ്റ്റ് 25 രാവിലെ 5 മണിക്ക് വിശ്വമംഗള മഹാഗണപതി ഹോമം നടക്കും. ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടത്തിരിപ്പാടാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. രാവിലെ 8-ന് ഗണപതി പ്രാതലും നടക്കും. തുടർന്ന് സത്രവേദിയിലേക്കുള്ള ധ്വജം മണ്ണാളി രവീന്ദ്രന്റെ വസതിയിൽ നിന്നും കൊണ്ടുവരും. ധ്വജാരോഹണം ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും. മൂലവിഗ്രഹ പ്രതിഷ്ഠ വൈകുന്നേരം 3 മണിക്ക് സത്രം ശ്രീകോവിലിൽ ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ നിർവഹിക്കും. S ബാലകൃഷ്ണ പിഷാരടിയാണ് യജ്ഞ പൗരാണികൻ. അന്നേ ദിവസം വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുറമുഖ വകുപ്പ് മന്ത്രി K ബാബു അധ്യക്ഷത വഹിക്കും. ജനറൽ കൺവീനർ VK പ്രദീപ് സ്വാഗതം ആശംസിക്കും. ക്ഷേത്ര സന്നിധിയിൽ
എന്ന് മുഖ്യമന്ത്രിക്ക് ഭദ്രദീപം ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ കൈമാറും. കെ വി തോമസ് എം പി മുഖ്യാതിഥിയായിരിക്കും. കെ മുരളീധരൻ മാനവസേവാ രത്ന പുരസ്കാരം ഏറ്റുവാങ്ങും. ബിപിൻ മാസ്റ്റർ ശ്രീ ഭവാനീശ്വര പുരസ്കാരം ഏറ്റുവാങ്ങും. ഡോക്ടർ പ്രമീള ദേവി ആമുഖ പ്രഭാഷണം നടത്തും. പറനിറയ്ക്കൽ ചടങ്ങ് എൻ വേണുഗോപാൽ നിർവഹിക്കും. കലവറ നിറയ്ക്കൽ പഴയടൻ മോഹനൻ നമ്പൂതിരി നിർവഹിക്കും. മേയർ ടോണി ചമ്പണി, ഡൊമിനിക് പ്രസന്റേഷൻ MLA, ഹൈബീഡൻ MLA, ബെന്നി ബെഹനാൻ, എൽദോസ് കുന്നപ്പള്ളി, അഡ്വക്കേറ്റ് ടി കെ ദേവരാജൻ, AN രാധാകൃഷ്ണൻ, കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യം, കൗൺസിലർ പ്രേംകുമാർ, ബെയ്സിൽ മൈലേന്ദ്ര, അർജുനൻ മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. ബ്രഹ്മശ്രീ ദേവശിഖാമണി കോഴിക്കോട് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഗണപതി സത്ര സന്ദേശം ശ്രീമദ് ഗരുഡ ധ്വജാനന്ദ തീർത്ഥപാദർ നൽകും. യജ്ഞസാര പ്രഭാഷണം ബ്രഹ്മശ്രീ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടത്തിരിപ്പാട് നിർവഹിക്കും. ഗ്രന്ഥസമർപ്പണം ഭാസ്കരൻ നായരും കൃതജ്ഞത CP അനിൽകുമാറും നിർവഹിക്കും. ഓഗസ്റ്റ് 26-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടക്കും. ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളാണ് നേതൃത്വം നൽകുന്നത്. തുടർന്ന് വേദപാരായണം, എല്ലാ ദിവസവും വേദപാരായണവും ഉണ്ടായിരിക്കും. സമൂഹ ഗണേശ സഹസ്രനാമ സ്തോത്രവും എല്ലാ ദിവസവും നടക്കും. സമാപന സമ്മേളനം സെപ്റ്റംബർ 3 ഉച്ചയ്ക്ക് 2 മണിക്ക് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്യും. BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ അധ്യക്ഷത വഹിക്കും. MS രാജേഷ് കുമാർ സ്വാഗതവും ബിപിൻ മാസ്റ്റർ ഗുരുസ്മരണയും നടത്തും. സത്ര സംഗ്രഹം ഡോക്ടർ പ്രമീള ദേവി നിർവഹിക്കും. അൻവർ സാദത്ത് MLA, VP സജീന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ഭദ്ര, പള്ളുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G സുധാംബിക ടീച്ചർ, ശ്രീരാജ്, AB സാബു, MM ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് AR സുരേന്ദ്രൻ, H രാമനാഥൻ, RK ദാമോദരൻ, PK രമേശ് ബാബു എന്നിവർ സംസാരിക്കും. തുടർന്ന് വൈകിട്ട് 3:30-ന് വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര നടക്കും. യജ്ഞവേദിയിൽ നിന്ന് ഗണപതി വിഗ്രഹം ഫോർട്ട് കൊച്ചി കടപ്പുറത്തേക്ക് ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും അകമ്പടിയോടുകൂടി നിമജ്ജനത്തിനായി പുറപ്പെടും. പത്രസമ്മേളനത്തിൽ KS പുഷ്പസ്വാമി, VK പ്രദീപ്, ബിപിൻ മാസ്റ്റർ, സുഭാഷ് നമ്പരക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സത്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താന്ത്രിക വിധിപ്രകാരമുള്ള ആ ചടങ്ങുകൾ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ ഗണപതി ഹോമം നടത്തി നമ്മൾ ചീട്ടാക്കി പോവുക എന്നുള്ളതല്ല സത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സത്രത്തിൽ ഗണപതി ഹോമം എന്താണെന്നും ക്ഷേത്രം എന്താണെന്നും ക്ഷേത്ര സങ്കല്പങ്ങൾ എന്താണെന്നും എല്ലാം മറ്റുള്ള ജനങ്ങളെ ഒന്ന് അറിയാമെങ്കിലും താന്ത്രിക ആചാര്യന്മാർ മുഖേന ഒന്നൊരു പ്രഭാഷണത്തിൽ കൂടെ എല്ലാ ജനങ്ങളിലും എത്തിക്കണം എന്നുള്ളതാണ് മുഖ്യ അജണ്ട അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റുള്ള ജനങ്ങൾക്കും വളരെയേറെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ സത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ജാതി മത അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാർക്കും കോട്ടയത്ത് ഇപ്പോൾ ഇതുപോലെ തന്നെ സമൂഹ ഗണപതി നടത്തി. ആ സമൂഹ ഗണപതി നടത്തിയപ്പോൾ ക്രിസ്ത്യൻസ് വരെ പങ്കെടുത്തു. അത് ഞാനൊരു ഇത് പറയല്ല, എൻ്റെ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. എല്ലാവരും പങ്കെടുത്തു വളരെ ഗംഭീരമായിട്ട്. പിന്നെ സൂര്യകാലടി ഭട്ടതിരിപ്പാടിൻ്റെ ഒരു വിശ്വമംഗള മഹാഗണപതി ഹോമം എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. കേരളത്തിൽ അദ്ദേഹത്തിന് മാത്രമേ സമ്പ്രദായമുള്ളൂ. അത് എല്ലാവരെയും ഇരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഗണപതി ഹോമം കഴിക്കാനായിട്ടുള്ള അവകാശങ്ങൾ മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും ഗണപതി ഹോമം നടത്താൻ കഴിയും എന്നുള്ള ഒരു സമ്പ്രദായത്തിൽ ആദ്യത്തെ ദിവസം തന്നെ വിശ്വമംഗള മഹാഗണപതി ഹോമം തന്ത്രിമുഖ്യനും ഞാനും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ മറ്റുള്ള ജനങ്ങളെ കൂടി ഇരുത്തിക്കൊണ്ട് അവരവരുടെ മുമ്പിൽ ഓരോ ഹോമകുണ്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അവരവരെ കൊണ്ട് തന്നെ ഗണപതി ഹോമം കഴിപ്പിക്കുക. തന്ത്രങ്ങളോ മന്ത്രങ്ങളോ അവർക്കില്ല. തന്ത്രമന്ത്രാദികളെല്ലാം ആ വിധിപ്രകാരം ഇവിടെ കഴിക്കുമ്പോൾ അവരവരെ കൊണ്ട് തന്നെ ഓരോ തേങ്ങാപ്പോൾ അഗ്നിയിൽ ജ്വലിപ്പിക്കുക. അപ്പോൾ അങ്ങനെ അവർക്കും കൂടി ലോകത്ത് ആരൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്കൊക്കെ ചെയ്യാം. ആ സമ്പ്രദായം അതിൻ്റെ ഒരു മുഖ്യ പ്രധാന ചടങ്ങാണത്. സെന്റ് ജോസഫ് കോളേജിന്റെയും ഫാത്തിമ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. തോപ്പമ്പടി സെന്റ് ജോസഫ് കോളേജിന്റെയും പെരുമ്പടപ്പ് ഫാത്തിമ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പീരീഡ് ആകുന്നതിന് മുമ്പ് യൂട്രസ് ഗർഭപാത്രം കൺട്രാക്ട് ചെയ്യും. കാരണം അതിനകത്തുള്ള ഈ ബ്ലഡ് എല്ലാം പുറത്തോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ ആ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ചിലർക്ക് സഹിക്കാൻ മേലാത്ത വേദന ഉണ്ടാകും. അപ്പോൾ വേദന ഉണ്ടാകുമ്പോൾ സഹിക്കാൻ മേലാത്ത വേദനയാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാം. കാരണം പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളാകുമ്പോഴത്തേക്ക് ഇങ്ങനെ പീരീഡ് വരുമ്പോഴത്തേക്ക് ചിലർക്ക് ചില ദിവസം സ്കൂളിൽ കോളേജിൽ വരാൻ പറ്റുകയല്ല. അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാകും. എക്സാം ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതാനൊക്കെയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ടിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ സാധാരണഗതിയിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് ടാബ്ലറ്റ്സ് ഗർഭനിരോധന ഗുളികയാണ് കൊടുക്കുന്നത് സാധാരണ. ഈ ഗർഭനിരോധന ഗുളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അജയ് കുമാർ, ഡോക്ടർ പ്രസീത കുമാരി, ഡോക്ടർ മീര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ഫാദർ ജെൻസൺ വേലശ്ശേരി, സിജു ജോസഫ് പാലിയത്തറ, പ്രിൻസിപ്പാൾ ഡോക്ടർ PM ജോസഫ്, ജോസഫ് ജോൺ ചാണയിൽ തുടങ്ങിയവർ സംസാരിച്ചു. എങ്കിലും
ചില്ലറ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ വേണ്ടിയാണ് കൊച്ചി രൂപയുടെ കീഴിലുള്ള ഫാത്തിമ ഹോസ്പിറ്റലിലെ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിയത്തറയിലേക്ക് ഉണ്ട്. ആ ഡയറക്ടറൊക്കെ ഇവിടെ വന്നിരിക്കുകയാണ്. ഡോക്ടർമാരെ മാത്രമല്ല വിട്ടിരിക്കുന്നത്. കാരണം ഈ കലാലയത്തിൻ്റെ ഒരു അഭ്യുദയ താമസം കൂടിയാണ് ഫാദർ സിജു ജോസഫ് പാലിയത്തറ. അദ്ദേഹത്തെയാണ് ഈ കലാലയത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KCYM, KCBC മധ്യവിരുദ്ധ സമിതിയും സംയുക്തമായി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മദ്യ കച്ചവടക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് MLA ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KCYM കൊച്ചി രൂപതയും KCBC മദ്യവിരുദ്ധ സമിതിയും സംയുക്തമായാണ് പള്ളുരുത്തി കച്ചേരിപ്പടിയിലുള്ള മന്ത്രി K. ബാബുവിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഭരണതലത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതായി അഭിനയിച്ച് നിലവാരമില്ലാത്ത ബാറുകൾക്ക് സമയം നൽകി നിലവാരമുണ്ടാക്കി ലൈസൻസ് നൽകുവാനുള്ള നടപടി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് സമരക്കാർ വ്യക്തമാക്കി. വരും തലമുറയെ മന്ദബുദ്ധികളാക്കുവാനുള്ള മദ്യക്കച്ചവടം സർക്കാർ മാനദണ്ഡമായി എടുക്കരുതെന്നും സമരക്കാർ കുറ്റപ്പെടുത്തി. മദ്യവിൽപ്പനയിലൂടെ കിട്ടുന്ന കോടികൾ കണ്ട് മതിഭ്രമം ബാധിച്ച മന്ത്രി രാജിവെച്ച് പുറത്തുപോകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ച് KCYM രൂപതാ ഡയറക്ടർ ഫാദർ ആന്റണി കുഴുവേലിൽ ഉദ്ഘാടനം ചെയ്തു. ജനത്തെ മദ്യവിമുക്തമാക്കുവാനായിട്ട് പറ്റിയില്ല എങ്കിൽ നിങ്ങൾ രാജിവെക്കാതെ ഞങ്ങളുടെ ജനത്തിന് ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള അവകാശം കിട്ടിയില്ല എങ്കിൽ അത് നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്ന വലിയ വഞ്ചനയാ. ഞങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നിങ്ങൾ എന്താ കസേരയിലിരിക്കുന്നത്? ജനത്തെ വഞ്ചിക്കുവാൻ വേണ്ടി എന്തിനാ കസേരയിൽ കയറിയിരിക്കുന്നത്? നിങ്ങൾ കസേരയിലിരിക്കാനുള്ളവരല്ല, ഇറങ്ങി താഴേക്ക് വരൂ. ഇതാ ആർജവുമുള്ള നല്ല നേതാക്കന്മാരെ പിടിച്ചെടുത്തു. ഇനി നമ്മൾക്കൊരു പ്രതിപക്ഷമുണ്ട്. +2ന്റെ വിഷയം വന്നപ്പോൾ പ്രതിപക്ഷം ശബ്ദിക്കാൻ തുടങ്ങി. അഴിമതിയുണ്ടെന്ന് പറഞ്ഞ്, കോഴയുണ്ടെന്ന് പറഞ്ഞ്. ഇതിനേക്കാൾ മുമ്പ് എത്രയോ പ്രാവശ്യം കേരളത്തിൽ ഉയർന്നപ്പെട്ട ശബ്ദമാണ് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്ന്. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെ വായിൽ എന്തായിരുന്നു? അവരുടെ ധാർമ്മിക ശബ്ദം എവിടെയായിരുന്നു? അവര് മൗന അനുവാദം കൊടുക്കുകയാ. ബാറുകൾ തുറക്കുവാൻ വേണ്ടിയിട്ടുള്ള മൗന അനുവാദം കൊടുക്കുക. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ജനത്തെ വഞ്ചിക്കാൻ വേണ്ടിയുള്ളവരാണോ? ജനത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയുള്ളവരല്ലയോ? ഇതാ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു എക്സൈസ് മന്ത്രിയെ വേണ്ട. ഇതാ മദ്യം കൊടുക്കുന്ന എക്സൈസ് മന്ത്രിയെ ഞങ്ങൾക്ക് ആവശ്യമില്ല. ഒരിക്കല് മന്ത്രി ഞങ്ങളോട് KCYM പ്രവർത്തകരോട് പറഞ്ഞ എന്താ? മദ്യം കൊടുത്തില്ല എങ്കിൽ ഇവിടെ ലഹരിയുടെ ഒഴുക്കായിരിക്കുമെന്ന. അപ്പൊ മദ്യം വേണ്ട, ലഹരിയെ തടഞ്ഞു നിർത്താനായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് പറ്റില്ലേ? ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പറ്റില്ലേ? അവർ കണ്ണടച്ചിരുന്നാലോ ഉറങ്ങിയിരുന്നാലോ മറ്റുള്ളവരുടെ പോക്കറ്റിലേക്ക് നോക്കിയിരുന്നാലോ ഒരിക്കലും ലഹരിയെ ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. മദ്യവും വേണ്ട, ലഹരിയും വേണ്ട. മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് CX ബോണി അധ്യക്ഷത വഹിച്ചു. KCYM പ്രസിഡന്റ് ലിനു തോമസ്, സെൽബൻ അറക്കൽ, ഫാദർ ആന്റണി അറക്കൽ, ജോബി പനക്കൽ, ജോബ് തോട്ടുകടവിൽ, ജിജോ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് KCYM, KCBC മധ്യവിരുദ്ധ സമിതിയും സംയുക്തമായി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DYFI AKG യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കപിൽ അനുസ്മരണവും രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചു. 4ാമത് അന്തർദേശീയ മഹാഗണപതി സത്രം ഓഗസ്റ്റ് 25-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.